something is there. Something is there. Something is there. ഒരു ഏക്കർ 1.5 ഏക്കർ സ്ഥലം ഉണ്ടാവും. അവിടെ മുഴുവൻ ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങളും കാടും വള്ളിച്ചെടികളും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഒരു പഴയ മതിൽക്കെട്ടും ഒരു പഴയ ഗേറ്റും. ഈ വാഹനം റോഡിൽ നിന്ന് ഈ ഗേറ്റിന് മുന്നിലേക്ക് നിർത്തുകയാണ്. ഗേറ്റ് ഇങ്ങനെ രണ്ടായിട്ട് തുറക്കുകയാണ്. അകത്ത് പോയി ഒരു ഗേറ്റ് തള്ളി വിട്ടു, മറ്റേ ഗേറ്റ് പിടിച്ചിങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. അപ്പോൾ സന്ധ്യ സമയമാണ്, മഴ പെയ്യുന്നില്ല എങ്കിലും മഴക്കോളുണ്ട്. 6 മണി സമയമാണ്. ഈ സമയത്ത് ചെറിയ കുറ്റിച്ചെടികളുണ്ട്. കുറ്റിച്ചെടിയിലൊക്കെ പൂക്കളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദൂരെ പള്ളിപ്പടർപ്പുകൾക്ക് നടുവിലൊരു മനുഷ്യൻ, തലയിലൊരു വട്ടത്തൊപ്പിയും ഒരു പാൻറ്റും ഒരു ഷർട്ടും ഒരു ഓവർകോട്ട് പോലെ എന്തോ ഒരു സാധനമുണ്ട്. മഴ നനയാതിരിക്കാനുള്ള എന്തോ ഈ ഗേറ്റിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അതൊരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫ്രെയിമാണ്. നോക്കുമ്പോൾ ഒരു പാമ്പ് ആ ജനലിങ്ങനെ ഇരിക്കുക. ഒരു പാമ്പ്. എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ചിലപ്പോൾ വരും, കാര്യമാക്കണ്ട, കാട്ടിലൊക്കെ മരങ്ങളൊക്കെ പൂത്തു നിൽപ്പില്ലേ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അബാക് മീഡിയയുടെ ഫൗണ്ടറും മാനേജിംഗ് എഡിറ്ററുമായിട്ടുള്ള രോഹിത്താണ്. നമസ്കാരം രോഹിത്തേട്ടാ. നമസ്കാരം രാഹുലേ. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായി പോകുന്നു. അബാക് മീഡിയയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന വലിയ ദൗത്യമാണ്. അതെ, എൻ്റെ ഒരു ജീവിത അഭിലാഷം എന്ന് വേണമെങ്കിൽ പറയാം. അബാക് മീഡിയയിൽ വന്നിട്ട് ആദ്യമായിട്ട് അബാക് മീഡിയയുടെ ഫൗണ്ടറെ തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്നത് ജീവിതത്തിലെ തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും. ഇന്റർവ്യൂ ഒന്നും വിളിക്കണം, നമുക്ക് കുറച്ച് എക്സ്പീരിയൻസുകൾ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുണ്ട് എന്ന തോന്നലിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബാക് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ നല്ല രീതിയിൽ എക്സ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അതിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഒരുപാട് സംശയങ്ങൾ തീർക്കാൻ, അല്ലെങ്കിൽ എപ്പോഴും ഇതൊരു ക്യൂരിയോസിറ്റി നിറഞ്ഞ അല്ലെങ്കിൽ കോൺസ്പിറൻസികൾ നിറഞ്ഞ ഒരു സബ്ജക്റ്റാണ് എപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അബാക് മീഡിയയുടെ ഒരു ചരിത്രം അങ്ങനെയായിരുന്നു. നോക്കൂ രാഹുൽ, ഈ ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. പല ആളുകളും നമ്മുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മളെ വിളിക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു സ്പിരിച്വലായിട്ടുള്ള ആളോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നവരാരും സ്പിരിച്വലായിട്ടുള്ള ആൾ, ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപക്ഷെ ഇതൊക്കെ നടത്തുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്ക് ഓരോ ഗസ്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ പകർന്നു തരുന്നത് പുതിയ അറിവുകളാണ്. അതിൽ ഏതെടുക്കണം ഏതെടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് പ്രേക്ഷകർക്കുണ്ട്, നമുക്കുണ്ട്. ഒരുപാട് പേരെ നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷെ അവർക്കിടയിൽ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്ന ഒട്ടനവധി പേരുള്ളത് കൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഒട്ടനവധി പേരുണ്ടാകുന്നത് ഉള്ളതാണ്. രാഹുൽ പറഞ്ഞു, ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. വിമർശിക്കുന്നവരുടെ എണ്ണമുണ്ട്. ഒരുപക്ഷെ വിമർശിക്കുന്നവരുടെ എണ്ണമായിരിക്കാം. പലപ്പോഴും എനിക്കൊന്ന് കമന്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ ഇത് 2025 ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ നൂറ്റാണ്ടിലും ഇത്തരത്തിൽ ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖല, നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ പെടുന്ന കണ്ടന്റുകൾ കാണാനും അത് ഫോളോ ചെയ്യാനും ആളുകളുണ്ട് എന്നത്, അല്ലെങ്കിൽ അതൊക്കെ പഠിക്കാൻ, എന്താണെന്ന് മനസ്സിലാക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ്. നമ്മളിന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ തന്നെ പുറത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കിയാൽ കൊള്ളാം, അതെനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യൂ. അപ്പം ഞാൻ പറഞ്ഞു, അതെനിക്ക് നിങ്ങൾക്ക് ഒരാളെ റെഫർ ചെയ്യാനോ ഉപദേശിക്കാനോ ഞാൻ ആളല്ല. നമ്മളുടെ വീഡിയോകൾ കണ്ടു നോക്കൂ, അതിൽ ആരുടെയെങ്കിലും നമ്പർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ആരാണെന്നേ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ രാഹുൽ എന്നോട് ചോദിച്ചു അബാക് മീഡിയ, എനിക്ക് തോന്നുന്നു അബാക് മീഡിയയുടെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിലവിൽ എത്രയാണോ, എനിക്ക് 1,25,000 സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് യൂട്യൂബിലുള്ളത്. അനവധി പ്രേക്ഷകരുണ്ടാവും. അതിൻ്റെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മളോടൊപ്പം കൂടിയാണ് രാഹുലിൻ്റെ വ്യക്തിപരമായി നമ്മൾ പരിചയമുണ്ടെങ്കിലും ഈ ഒരു പ്രൊഫഷണലായി നമ്മളോടൊപ്പം കൂടിയതിന് ശേഷമാണ്. അബാക് മീഡിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഞങ്ങളൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് വാർത്താ മേഖലയിലായിരുന്നു. അവിടെ നിന്ന് നമ്മുടേതായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പം സ്ഥിരമായി രാഷ്ട്രീയവും
വാർത്തയും ഒക്കെ ചെയ്ത് മടുത്തപ്പോൾ കുറച്ച് ഫണ്ണായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപാക് മീഡിയ എന്ന പേരിൽ നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിൻ്റെ ഉടമ ഞങ്ങൾ ഇങ്ങനെ സൗഹൃദ സംഭാഷണത്തിൽ എന്നോട് ചോദിച്ചു, എന്താണ് ഈ ആ ബാക്കിൻ്റെ അർത്ഥം? ബാക്ക് എന്ന് വെച്ചാൽ ടു ബി സർപ്രൈസ്ഡ്, ഞെട്ടിപ്പിക്കുക എന്നൊരു അർത്ഥം മാത്രമാണ് ആ ബാക്കിനുള്ളത്. 2010 ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ ക്യാമ്പസിലെ കോയമ്പത്തൂരാണ് ഞാൻ പഠിച്ചത്, ഹിന്ദുസ്ഥാൻ കോളേജ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ആ കോളേജിലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങൾക്കൊരു ടീമിനൊരു പേര് വേണം എന്ന് കരുതി തുടങ്ങിയ പേരാണ് ആ ബാക്ക്. 100% പേരിനോട് നീതി പുലർത്തുന്ന കണ്ടന്റുകൾ അല്ല, അങ്ങനെ ആയി മാറി എന്നുള്ളതാണ്. പ്രപഞ്ചം അങ്ങനെ ആക്കി മാറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ തുടക്കത്തിലുള്ള കണ്ടന്റുകളൊക്കെ കണ്ടാൽ രാഹുൽ മനസ്സിലാവും. അപാക് മീഡിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത വീഡിയോ തസ്മൈ ഗുരുജിയെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആണ്. അത് നമ്മളുടെ ചാനലിൽ റീച്ച് ആയില്ലെങ്കിലും അതിൻ്റെ റീൽസും ഷോർട്സും ഒക്കെ മറ്റ് പല ചാനലുകളിലൂടെയും പ്രൊഫൈലിലൂടെയൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ പോകുമ്പോൾ അന്ന് ഞാൻ കുറച്ചും കൂടിയൊക്കെ താടിയൊക്കെ വളർത്തിയിട്ടുള്ള എൻ്റെ ഒരു രൂപമാണ്. അപ്പോൾ ഞാൻ ആ ന്യൂസ് ചാനലിൽ നിന്നൊക്കെ ഇറങ്ങി അതിൽ വർക്ക് ചെയ്ത് തീരുന്ന സമയത്താണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ എടുത്ത് ഇപ്പോഴും പലരും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ വീഡിയോ, അത് നിങ്ങളുടെ ചാനലല്ല കണ്ടിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അതായത് കൈലാസത്തിലെത്തി ഗണപതിയെയും, അത് ഞങ്ങൾക്ക് തന്നെ ഭയങ്കരമായ അതിശയം തരുന്നൊരു വീഡിയോ ആയിരുന്നു. അതിനെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള രീതി, നമുക്ക് അപാക്കിൻ്റെ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ, യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ പരിശോധിച്ചാൽ മനസ്സിലാവും. അതിനെ ഒരു തമാശ മട്ടിലാണ്, ഒരു ഫണ്ണി ആയിട്ടാണ് നമ്മൾ അതിനെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയത് എന്നുള്ളതാണ്. പിന്നീട് തസ്മൈ ഗുരുജിയുമായി കുറേ ഇൻ്റർവ്യൂകൾ. അന്നത്തെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മോഡ് ഇതേ അല്ല, എന്ത് പറഞ്ഞാലും അതിനെ പൂർണ്ണമായി എതിർക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു മോഡ് ഉണ്ടായിരുന്നു. മിക്കവാറും ന്യൂസ് ചാനലിൽ നിന്ന് ഇറങ്ങിയല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു മേ ബി ഇതൊക്കെ കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേട്ട് ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇവരെ വിമർശിക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇവരാരെയും പറ്റിക്കുന്നോ ആരുടെയും പണം പിടുങ്ങാനോ ഒന്നും പോകാത്ത ആളുകളാണ്. അവരവരുടേതായ ജീവിത രീതിയുണ്ട്, അവരുടേതായ കണ്ടന്റുകളുണ്ട്, അവരുടേതായ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്ന് തോന്നലാണ്. അപ്പോൾ ഈ പ്രേക്ഷകർക്ക് വേണ്ടുന്ന കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഞാനും നമ്മുടെ ടെക്നിക്കൽ ഹെഡായിട്ടുള്ള രോഹിത് രവീന്ദ്രനും ക്രിയേറ്റീവ് ഹെഡായിട്ടുള്ള ശില്പ ശിവ, ഞങ്ങൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് യാത്ര ചെയ്ത് കുറേ കണ്ടന്റുകളൊക്കെ എടുത്തിട്ട് വന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് പതുക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. പിന്നീട് ഒരു ഇൻ്റർവ്യൂ മോഡിലേക്ക് പോയപ്പോൾ സാധാരണഗതിയിൽ കൊച്ചിയിലെ ഒരു ഓൺലൈൻ ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് ഉണ്ടാക്കാൻ എളുപ്പം സിനിമയുടെ പ്രൊമോഷൻ കണ്ടന്റുകളും പബ്ലിക് ഒപ്പീനിയനുകളും അങ്ങനെയൊക്കെയുള്ള കുറേ കണ്ടന്റുകൾ. പിന്നീട് ഈ നമ്മുടെ സിനിമ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കൊച്ചിയിൽ, ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ്. അങ്ങനെ ഏതൊരു ഓൺലൈൻ ചാനൽ, അതായത് വലിയ ഒരു ചാനൽ വേണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടല്ല, അറിയാം, പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന മേഖലയിൽ നിന്ന് മാറി മറ്റൊരു മോഡ് പിടിക്കണം. അത് ഏതാണ് പ്രേക്ഷകർക്ക് വേണ്ടുന്നതെന്നൊരു കൺഫ്യൂഷനുണ്ട്. വ്യത്യസ്ത കണ്ടന്റ് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ 3 പേരിൽ തുടങ്ങിയ ഈ ഒരു ടീം ആദ്യം തുടങ്ങുമ്പോൾ വേറെ കുറെ പേര് കൂടി ഉണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് പല വഴിക്ക് പോയി. എങ്കിലും ഈ അപാക് മീഡിയയുടെ യഥാർത്ഥ കാലഘട്ടം തുടങ്ങുന്ന സമയമാണ് പറയാൻ. ഈ 3 പേരുണ്ടായിരുന്ന ആ ഒരു ടീമിനെ പിന്നീട് വളർന്നു വന്നു. നമുക്കൊപ്പം മറ്റ് കുറേ ചാനലുകൾ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ നവകേരള ന്യൂസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ചാനൽ. ഇപ്പോഴും നമ്മൾ നവകേരള ന്യൂസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ പോലും നമ്മളത് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അപാക് മീഡിയ മുന്നോട്ട് പോകുമ്പോഴാണ് ചില കണ്ടന്റുകളൊക്കെ ഓടാൻ തുടങ്ങി. നമുക്ക് എപ്പോഴും ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം കണ്ടന്റ് വരുമാനം സെക്കൻഡറിയാണ്. ആ കണ്ടന്റുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അതിനകത്ത് അഭിപ്രായം പറഞ്ഞു തുടങ്ങുമ്പോഴൊക്കെയാണ് പ്രാങ്ക് ഷോകൾ ഉണ്ടായിരുന്നു. രാഹുലും ഒക്കെ കൂടി ചെയ്ത പ്രാങ്ക് ഷോകളുണ്ടായിരുന്നു. ഈ കണ്ടന്റുകൾ ഓടി തുടങ്ങിയപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമായി തുടങ്ങി, സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പലപ്പോഴും ഇതിനകത്ത് പൊളിറ്റിക്സ് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു. 1-2 കണ്ടന്റുകൾ മാത്രമേ പൊളിറ്റിക്കൽ കണ്ടന്റുകളായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുള്ളൂ. കാരണം പൊളിറ്റിക്സിന് വേണ്ടി നമുക്ക് നേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, പ്രേക്ഷകരോടാണ്. നേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അപാക് മീഡിയയ്ക്കുണ്ട്. പൊളിറ്റിക്കൽ കണ്ടന്റുകൾ നമ്മൾ അതിലാണ് പുഷ് ചെയ്യുന്നത്. അപാക് ഡിബേറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു നമ്മളുടെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപാക് ഡിബേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം പോകുന്നുണ്ട്. അങ്ങനെ കുറേയധികം പ്ലാറ്റ്ഫോം നമ്മൾ വർക്ക് ചെയ്യുന്നു. അതിൽ ഏറ്റവും സന്തോഷം അപാക് മീഡിയയുടെ വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് www.abakmedia.com നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിലാണ് ഇത് വഴിതിരിയുന്നത് വളരെ അവിചാരിതമായിട്ടാണ്. ജിനു ജെയിംസ് എന്ന് പറയുന്ന ഹിപ്നോതെറാപ്പിസ്റ്റിൻ്റെ വീഡിയോ, അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായ മറ്റൊരു മാധ്യമ പ്രവർത്തകനായ ഒരാളാണ് എനിക്ക് ജിനു ബ്രോയെ പരിചയപ്പെടുത്തിയിരുന്നു. ജിനു ബ്രോയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം ഹിപ്നോതെറാപ്പി ചെയ്യുന്ന സെഗ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് വളരെ പ്രേക്ഷകരെ ഏറ്റെടുത്തു. ആ വീഡിയോ ശില്പയാണ് ആ വീഡിയോ ആങ്കർ ചെയ്തത്, ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ശില്പ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ഓടുമോ,
നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് പറ്റിയ കണ്ടന്റ് ആണോ നമുക്ക് നോക്കാം. അങ്ങനെ പുഷ് ചെയ്ത് ആദ്യത്തെ എപ്പിസോഡ് തന്നെ വലിയ രീതിയിൽ അത് ഓടി, വലിയ രീതിയിൽ പ്രേക്ഷകരെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഈ സമയത്താണ് തിരുവനന്തപുരത്ത് നമ്മൾ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിക്കുകയും തിരുവനന്തപുരത്ത് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് RG നാഥ്, അദ്ദേഹം ഒരുപാട് സാറ്റലൈറ്റ് ചാനലുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. RG നാഥ് നമ്മുടെ ടീമിനോടൊപ്പം ചേർക്കും. വിനീത് വിജയകുമാർ തിരുവനന്തപുരത്ത് നമ്മുടെ ക്യാമറാമാനായി, വിനീതും ഒക്കെ ആയിട്ട് 10 വർഷത്തോളം അധികമുള്ള പരിചയമാണ്, സുഹൃത്താണ്, നമ്മുടെ ക്യാമറാമാനായി വരുന്നു. അവിടെ ആ യൂണിറ്റ് തുടങ്ങിയ സമയത്ത് ആ യൂണിറ്റിന് സപ്പോർട്ടിന് വേണ്ടി ശില്പ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ അന്ന് നമുക്ക് ഓഫീസോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ദൈവം സഹായിച്ച് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് ഓഫീസും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായി. അതെല്ലാം ഈശ്വരൻ്റെ കൃപ എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആളുകൾ ശ്രദ്ധിച്ച വീഡിയോ ആണ് പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാറിൻ്റെ ഇൻ്റർവ്യൂ. അത് RG നാഥാണ് പറയുന്നത്, ഇങ്ങനെ ഒരാളുണ്ട്. എനിക്കറിയാം ജോർജ് മാത്യു സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പാരാസൈക്കോളജിയിലോ അല്ലെങ്കിൽ സൈക്കോളജിയിലോ ഒന്നും വലിയ താല്പര്യമുള്ള വിഷയം ആയിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മളിത് കാര്യമായി കണ്ടിട്ടുള്ള ഇൻ്റർവ്യൂ അല്ല. അപ്പോൾ അദ്ദേഹം അവിടെ പോയിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇവരവിടെ ഷൂട്ട് പ്ലാൻ ചെയ്തു. അവിചാരിതമായ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഇവർ ഈ ഷൂട്ട് വെച്ചിരിക്കുന്ന രാത്രിയിലാണ്. അപ്പോൾ സന്ധ്യയോടുകൂടി ഞാനും രാജേഷ് ജി നാഥും നമ്മുടെ ശില്പയും വിനീത് വിജയകുമാർ, ഞങ്ങൾ 4 പേരും കൂടി ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് അവിടെ പോവുകയാണ്. ഇതിനു മുമ്പിട്ടാണ് ഈ സുമതി വളവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഫസ്റ്റ് ചെയ്തിരുന്നു. സുമതി വളവിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ സുമതി വളവ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭയമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീഡിയോ ആ ബാക്ക് മീഡിയയിലുണ്ട്, സുമതി വളവിലെ പ്രേതത്തിൻ്റെ കഥ പറയുന്നൊരു വീഡിയോ. അങ്ങനെ നമ്മൾ ജോർജ് മാത്യു സാറിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അന്ന് നമ്മൾ പോകുന്നൊരു 7 സീറ്റർ വണ്ടി തന്നെ, ഹോണ്ട മൊബൈലിയോ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ വിനീത് ഡ്രൈവിംഗ് സീറ്റിൽ വണ്ടി ഓടിക്കുന്നു, ഞാൻ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്നു. ബാക്കിൽ രാജേഷ് ജി നാഥും RG നാഥും ശില്പയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വാഹനം, തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലം ഉണ്ടാവും. അവിടെ മുഴുവൻ ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന മരങ്ങളും കാടും വള്ളിച്ചെടികളും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഒരു പഴയ മതിൽക്കെട്ടും ഒരു പഴയ ഗേറ്റും. ഈ വാഹനം റോഡിൽ നിന്ന് ഈ ഗേറ്റിന് മുന്നിലേക്ക് നിർത്തുകയാണ്. ആ വിഷ്വൽ മനസ്സിൽ വരുമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ജോർജ് മാത്യു സാറിന്റെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു രൂപവും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മൾ പോകുന്നത്, ഇതേ ജോർജ് മാത്യു സാറിനെ കുറിച്ച് കുറേ കഥകൾ ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് RG നാഥ് പറയുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം ഇവർ ഷൂട്ടിന്റെ പെർമിഷൻ ചോദിക്കാൻ പോയപ്പോൾ വിനീത് ഉണ്ടായിരുന്നു. വിനീത് അവിടെ പോയാൽ വിനീതിന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അവിടുത്തെ ഒരു എഫക്റ്റ് ഒക്കെ മനസ്സിലൊരു ഇങ്ങനൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ഇങ്ങനെ ഒരാളെ കാണാനാണ് പോകുന്നത്, സോളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, റിട്ടയർഡ് പ്രൊഫസറാണ്. അപ്പോൾ ഈ വണ്ടി ഈ പഴയ ഗേറ്റിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുകയാണ്. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണുന്നു. വിനീത് ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്, ശില്പ ബാക്കിലിരിപ്പുണ്ട്. രാജേഷ് ചേട്ടൻ ഇറങ്ങി പോയിട്ട് ഈ ഗേറ്റ് ഇങ്ങനെ 2ആയിട്ട് തുറക്കുകയാണ്. അകത്ത് പോയി ഒരു ഗേറ്റ് തള്ളിവിട്ടു, മറ്റേ ഗേറ്റ് പിടിച്ച് ഇങ്ങോട്ട് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഒരു 100 മീറ്റർ ദൂരത്തേക്ക് ഈ കാടിന് നടുവിലൂടെ ഒരു 3 മീറ്റർ വീതി മാത്രമുള്ളൊരു മൺപാതയാണ്, ഒരു ചെറിയ കയറ്റം. അപ്പോൾ സന്ധ്യ സമയമാണ്, മഴ പെയ്യുന്നില്ല എങ്കിലും മഴക്കോളുണ്ട്. അന്തരീക്ഷം ഒരു 6 മണി സമയമാണ്. ഈ സമയത്ത് ഈ കുറ്റിക്കാട്ടിൽ നിന്ന് ചെറിയൊരു ഫോഗ് അടിക്കും. ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഫോഗ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സ്ഥലത്തെ പറ്റി ഞാൻ പറഞ്ഞു. മുഴുവൻ കാടാണ്. ഈ ചെറിയ ഫോഗുണ്ട്, ചെറിയ കുറ്റിച്ചെടികളുണ്ട്, കുറ്റിച്ചെടിയിലൊക്കെ പൂക്കളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദൂരെ പള്ളിപ്പടർപ്പുകൾക്ക് നടുവിലൊരു മനുഷ്യൻ ഇങ്ങനെ എങ്ങോട്ടോ നോക്കി, അല്ല ഇങ്ങനെ എങ്ങോട്ടോ നോക്കി എന്നുള്ളതല്ല, തലയിലൊരു വട്ടത്തൊപ്പിയും ഒരു പാൻറ്റും ഒരു ഷർട്ടും ഒരു ഓവർകോട്ട് പോലെ എന്തോ ഒരു സാധനമുണ്ട്. ഐ മീൻ മഴ നനയാതിരിക്കാനുള്ള എന്തോ ഈ ഗേറ്റിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. ആ ഒരു ഫസ്റ്റ് സീനിൽ തന്നെ നമ്മുടെ പകുതി ജീവൻ പോയി എന്നുള്ളതാണ്. ഇവരിത് എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നുള്ളത്. കാരണം നമ്മളെ ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഒരു ഫ്രെയിമാണത്, നമ്മൾ കാണുന്നത്, വിഷ്വലി കാണുന്ന ഒരു സാധനം. അപ്പോൾ വണ്ടി നേരെ അവിടേക്ക് ചെല്ലുന്നു. ഇദ്ദേഹം അങ്ങ് അകത്തേക്ക് പോകുന്നു. രാജേഷയുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളിയോട് സംസാരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോകുന്നു. ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ ഒരു മാരുതി ഓൾട്ടോ 800 കാർ, ഈ വള്ളിപ്പുറപ്പുകളിൽ കൊച്ചു കാർ, കുറച്ചുകൂടി സമയം കൊണ്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ഞാൻ ആ വീട് നോക്കി. വലിയ എന്താ പറയുക, വലിയ പ്ലിന്ത് ഏരിയ ഒന്നുമില്ല. ഒരു 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു താഴ്കെട്ടിടം, 2 നില, 3 നിലയാണ് ഈ വീട്. 3 നിലയായിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തത്. പഴയ വീട്, ഒരുപാട് പഴക്കമുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് സ്ഥലം മാത്രമാണ് ചെത്തി ഒതുക്കി വൃത്തിയാക്കിയിട്ടേക്കുന്നത്. ബാക്കി മുഴുവൻ കാടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ഇങ്ങനെ എന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിനീത് വന്ന് പതുക്കെ എൻ്റെ അടുത്ത് പറയാം. വിനീത് തന്നെ അളിയാന്നാണ് വിളിക്കുന്നത്, സുഹൃത്തുക്കളാണല്ലോ. അളിയ
ഞങ്ങൾ കൊല്ലത്താരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊല്ലത്താരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഭാഷയാണ്. അളിയ ഇതിനകത്ത് കയറിയിട്ട് ആവശ്യമില്ലാത്തതിലൊന്നും പിടിക്കരുത് കേട്ടോ. ഞാൻ വെച്ചാൽ എന്താ എല്ലാത്തിലും ഈ പ്രേതം കാണും. അപ്പം ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി പറയാം. ഇവനോട് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സാധനം വന്ന് എന്നോട് പറയാം. അപ്പോൾ ഞാൻ ശരി. അപ്പോൾ നമ്മൾ ക്യാമറയും ട്രൈപ്പോഡും ഒക്കെ എടുത്തിട്ട് അപ്പം രാജേഷ് ചേട്ടൻ മേളിൽ നിന്ന് വിളിച്ചു, സാറോട്ട് സംസാരിച്ചിട്ട് വന്നിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം, നോക്കിയിട്ട് ലൈറ്റ് ചെയ്യാം. ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 4 പേരും വീട്ടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹോളും ഒരു സ്റ്റെയർ കേസും ആണ്, ഒരു ഇടുങ്ങിയ സ്റ്റെയർ കേസും ആണ്. ഈ ഹോളിൽ സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഫർണിച്ചറുകളൊക്കെ ചുരുക്കുകയുള്ളൂ. അവിടെ താമസമില്ല, അദ്ദേഹം എല്ലാം താമസിക്കുന്നത്. അദ്ദേഹം ഇൻ്റർവ്യൂവിന് വേണ്ടി അവിടെ വേറെ ഫ്ലാറ്റിലത്തോട് താമസിക്കുന്നു. ഈ വിനീത് പറഞ്ഞ പോലെ തന്നെ ഈ പഴയ ഓഫീസുകളും വീടുമൊക്കെ നമ്മൾ ഒഴിയാൻ നേരം അല്ലെങ്കിൽ പറക്ക വെക്കുന്ന നേരം കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടില്ലേ, പേപ്പറുകൾ, അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് വിനീത് പ്രേതമായിരിക്കും കേട്ടോ അതിനകത്തൊക്കെ. ഞാൻ പറഞ്ഞ ശരി. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ സ്റ്റെപ്പ് കയറി പോവാം. അപ്പോൾ ഇവരുടെ കയ്യിൽ ക്യാമറ ബാഗ് ഉണ്ട്, വിനീതിൻ്റെ കയ്യിൽ. ശില്പിയുടെ കയ്യിൽ ഒരു ട്രൈപ്പോഡോ എന്തോ ഉണ്ട്. ഇങ്ങനെ കയറി സ്റ്റെപ്പ് കയറി ആ ഫസ്റ്റ് സ്റ്റെയർ ലാൻഡിങ് പെട്ടെന്ന് ഞാൻ ഞെട്ടി. നോക്കുമ്പോൾ ഒരു പാമ്പ് ആ ജനലിങ്ങനെ ഇരിക്കുന്നത്. ഒരു പാമ്പ്. ഞാൻ പെട്ടെന്ന് ഞെട്ടി. ഞാൻ പുറകോട്ട് മാറിയപ്പോൾ വിനീത്, ഞാൻ പറയാതിരുന്നതാ, ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ തടിയിലോ ഒന്നും ഉണ്ടാക്കിയൊരു പാമ്പാണ്. ഇങ്ങനെ പത്തി ആടുന്നൊരു പാമ്പ്. ഇവൻ തലേ ദിവസം വന്നിട്ട് ഈ പണി കിട്ടിയതായതുകൊണ്ട് എന്നോട് പറയാണ്ടിരിക്കുക. നടന്നു. 3ാമത്തെ നിലയിലെ ഒരു ബാൽക്കണി ഉണ്ട്, അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ 4 പേർ ചെന്നു. രാജേഷേട്ടൻ ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി. അപ്പം അദ്ദേഹം അധികം ഒന്നും സംസാരിക്കുന്നില്ല, അദ്ദേഹം അവിടെ ഇരുന്നു. അവിടെ ഞങ്ങൾ 4 പേരോട് ഇരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഫ്ലാസ്ക് എടുത്ത് വെച്ചു. അപ്പോൾ എന്തായാലും അവിടെ ഒരു അടുക്കളയുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു പാചകം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 5 കപ്പുകൾ നിരത്തി വെച്ചു, 5 കപ്പുകൾ. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കോഫി കുടിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ കോഫിയാണ്. അദ്ദേഹം പറയുന്നൊരു രീതി അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാം. അദ്ദേഹം 5 കപ്പിൽ കാപ്പി ഒഴിച്ചു വെച്ചു. രാജേഷ് ചേട്ടൻ ആദ്യത്തെ കപ്പ് എടുത്തു, 2ാമത് വിനീത് എടുക്കുന്നു, 3ാമത് ശില്പി എടുക്കുന്നു. എനിക്കാണെങ്കിൽ ആ കയറി വന്ന ആ ഒരു പേടി എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ ഈ കപ്പി എടുക്കണമെന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് പുള്ളിന് കോഫി കുടിക്കുന്നു. ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്നു കഴിഞ്ഞിട്ട് രാജേഷിനെ പറഞ്ഞു, ഞാൻ ഈ എവിടെയാണ് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പെർമിഷൻ വാങ്ങിയിട്ട് രാജേഷേട്ടൻ വിനീതും കൂടി ഫ്രെയിം വെക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം. ആ റൂമിൽ നിന്ന്, ആ സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിപ്പ് എടുത്ത ഉടനെ പുള്ളി, ഒരാളെന്താ കോഫി എടുക്കാത്ത? ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ അടുത്ത് ശില്പ ഇരിപ്പുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നു, ശില്പ ഒരു 4-5 ചെയറിനപ്പുറമാണ് ഇരിക്കും. ഞാൻ ശില്പയുടെ മുഖത്തേക്ക് നോക്കി, ശില്പ എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പം ഞങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ഭയം തട്ടിയെന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങൾ 5 പേരല്ലേ വന്നേ? ഞാൻ പറഞ്ഞ അല്ല, ഞങ്ങൾ 4 പേരാ വന്നേ. ദൈവമേ, ഇനി നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇതിനു മുമ്പ് നമുക്കൊരു ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ട്, അത് ഞാൻ പറയാം, വേറൊരു എപ്പിസോഡിൽ പറയാം. അപ്പം ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അല്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഭയന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ, ഓ സോറി, ഡ്രൈവർ ഇല്ലല്ലേ, നിങ്ങൾ തന്നെയല്ലേ വണ്ടി ഓടിച്ചത്? ഞാൻ വിനീത വണ്ടി ഓടിച്ചു. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കോഫി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അദ്ദേഹം മിണ്ടാതിരിക്കും, ഞങ്ങളും മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തിൻ്റെയെങ്കിലുമൊക്കെ സ്മെല്ല് വരും ഇവിടെ. നമ്മൾ എവിടെയൊക്കെയോ വായിച്ചറിവുണ്ട്, ഈ സ്മെല്ല് വരുന്നത് ബാധിക്കപ്പെട്ട സ്ഥലമുള്ളിടത്ത് ചെറിയ സ്മെല്ല് ഫീൽ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ചിലപ്പോൾ വരും, കാര്യമാക്കണ്ട, കാട്ടിലൊക്കെ മരങ്ങളൊക്കെ പൂത്തു നിൽപ്പില്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി ഉള്ളിലേക്ക് തിരികെ തരികയാണ്. അദ്ദേഹം നമ്മളോട് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലോ ഒന്നും ഈ ആത്മാക്കളെ പറ്റിയൊന്നും, ഇതെല്ലാം എനർജിയാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ അറിയാവുന്നവർ പറഞ്ഞ കുറേ കഥകളൊക്കെ നമ്മളൊരു ആളെ കാണാൻ പോകുമ്പോൾ അതിനെ കുറിച്ച് പഠിക്കുമല്ലോ. ആകെ വല്ലാത്തൊരു അവസ്ഥ. അപ്പം അതിനിടയിൽ അദ്ദേഹം നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലിയെ പറ്റി ശില്പിയോട് ചോദിക്കുന്നുണ്ട്, ചാനലിനെ പറ്റി ചോദിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ ഇൻ്റർവ്യൂവിനെല്ലാം സെറ്റ് ചെയ്തു. അത് സമയം ഏകദേശം 9 മണി 10 മണിയോളം ആകുന്നു. ഇവർ ലൈറ്റെല്ലാം സെറ്റ്. അപ്പം ഞങ്ങളുടെ കൂടെ വേറെ സഹായികളൊന്നുമില്ല. അപ്പം രാജേഷ് ചേട്ടനും ഞാനും വിനീതും കൂടിയാണ് ലൈറ്റ്. അവർ രണ്ടുപേരാണ് മെയിനായിട്ട് ചെയ്യുന്നത്, ഞാനിവിടെ. അപ്പോൾ നമുക്ക് അവിടുന്ന് എങ്ങനെയും എസ്കേപ്പ് ആവണം, പറ്റുന്നില്ല. അപ്പം പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത് ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ്. അപ്പം ഞാൻ പതുക്കെ പറഞ്ഞു, ഞാനേ ലൈറ്റ് വെച്ചോന്ന് നോക്കിയിട്ട് വരട്ടെ,
ആ ശരി പോയിട്ട് വരുമെന്ന് ഞാൻ ചാടി എഴുന്നേറ്റപ്പോഴത്തേക്ക് ശില്പ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് വിളിറങ്ങി പോയി. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്ക്. പിന്നെ ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ ആ കാട്ടിലേക്ക് നോക്കി ഇരുട്ടിലേക്ക് നോക്കി ഇരിക്കുക. ഞാൻ കുറേ നേരം ഓടി ചെയ്തു. പിന്നെ ഇവർ തിരിച്ചു വന്നു, ലൈറ്റൊക്കെ വെച്ചു നോക്കി പോയിരുന്നു. ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു, മൈക്കൊക്കെ കൊടുത്തു, എല്ലാം കണക്ട് ചെയ്തു. അപ്പം ശില്പ ഇൻ്റർവ്യൂ എടുക്കുന്നു. അപ്പോൾ ശില്പ ഇതിനു വേണ്ടി കുറേ ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു രീതി വെച്ച് എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളൊന്നുമില്ല, എങ്കിലും കുറേ പോയിന്റുകൾ നമ്മൾ മനസ്സിൽ വെക്കുമല്ലോ. ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. ഒരു ക്യാമറയിൽ രാജേഷ് ഏട്ടൻ, ഒരു ക്യാമറയിൽ വിനീത്. ഞാൻ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിൽ ഞാൻ ഇരിക്കുക. വേറെ ഇരിക്കാൻ സ്ഥലമൊന്നും. കഴിഞ്ഞിട്ട് വിനീത് എവിടെ? രാജേഷ് ഏട്ടൻ എന്ത്? രണ്ടുപേരോട് എന്നോട് എവിടെ? എന്ത്? അപ്പോൾ ഈ മൈക്കിൻ്റെ റിസീവറിൽ നിന്ന് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിളുണ്ട്, ഇത് കാണുന്നില്ല. ഒരാഴ്ച വിനീതിൻ്റെ കയ്യിലല്ലായിരുന്നു, അല്ല എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ശില്പയുടെ കയ്യിലുണ്ടോ നോക്ക്. ശില്പ നോക്കുന്നു, ശില്പ പാനിലൊക്കെ തപ്പുന്നു, ഇല്ല. അവിടെയൊക്കെ തപ്പുന്നു, ഇല്ല. ശരി ഇന്ന് കാറിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിനീതിൻ്റെ ആഴ്ചയുടെ കാറിൽ നോക്കാൻ വേണ്ടി ഞാൻ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഇവരോട് ഇറങ്ങി പോവാം. രാത്രിയാണെന്നും ഈ 3 നിലയുള്ള വീടിൻ്റെ മുകളിൽ ഇൻ്റർവ്യൂവിന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ശില്പ അവിടെ പുള്ളിയോട് സംസാരിക്കുക ഒറ്റയ്ക്കാണെന്നോ ഇവർക്ക് പരിചയമില്ലാത്ത ആളുകളാണെന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് നമ്മൾ താഴെ പോവാം. നമ്മൾ താഴെ പോയി കുറച്ച് നേരം കാറിലൊക്കെ തപ്പി, കിട്ടിയില്ല. ഞാൻ വെറുതെ പോക്കറ്റിലേക്ക് കൈയിട്ടപ്പോൾ എൻ്റെ പോക്കറ്റിലുണ്ട് ഈ കേബിള്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ പോക്കറ്റിലിട്ടത്, പക്ഷെ ആ സമയത്ത് ഞാൻ മറന്നുപോയി എന്നുള്ളതാണ്. ഞങ്ങൾ തിരിച്ച് മുകളിൽ കയറി വന്നപ്പോഴേക്ക് ഇവർ രണ്ടുപേരും മിണ്ടാണ്ടിരിക്കുക. അതേപോലെ നമ്മളിരിക്കുന്ന പോലെ 2 കസേരയിൽ. ഇൻ്റർവ്യൂ തുടങ്ങി. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നാൽ അദ്ദേഹത്തിന് എന്തോ ഒന്ന് ശില്പയോട് ചോദിക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശില്പയോട് ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നിരിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇപ്പം ശില്പയുടെയൊക്കെ അന്നത്തെ ഒരു രീതി എന്ന് വെച്ചാൽ അറ്റാക്കിങ് മോഡാണ്. ഇതിനോടൊന്നും വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. അപ്പോൾ എന്തായാലും കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് വിനീതനോട് വന്ന് ചോദിച്ചു, സത്യത്തിൽ ശില്പയാണോ ഇൻ്റർവ്യൂ എടുത്തത്? കാരണം ശില്പയുടെ രീതി നമുക്കറിയാം. സംതിങ് ഈസ് ദെയർ. എന്തോ അവിടെയുണ്ട്. അതിനുശേഷം അദ്ദേഹം അതിനു മുമ്പ് ഇൻ്റർവ്യൂ എടുത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥകളൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷെ ആ വീട്, ആ പരിസരം, സംതിങ് ഈസ് ദെയർ.